നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആലപ്പുഴ ജില്ലയുടെ അങ്ങേയറ്റമാണ് താമരക്കുളം. താമരക്കുളത്ത് ഒന്നാന്തരം ചന്ദനത്തോട്ടങ്ങളുണ്ട്. അതെല്ലാം താമരക്കുളത്തേക്ക് കൊണ്ടുവന്നത് പ്രസാദ് എന്ന കർഷകനാണ്. ഒപ്പം നല്ല നാളെയിൽ നല്ല ആഹാരത്തിനായി നല്ല പച്ചക്കറികൾ വിളയിക്കുവാൻ ഒന്നാന്തരം നഴ്സറി കൂടി പ്രസാദ് ഒരുക്കിയിരിക്കുന്നു. പഴച്ചെടികളുടെയും പച്ചക്കറി തൈകളുടെയും പ്രജനന കേന്ദ്രം കൂടിയാണ് ടിയാൻ അഗ്രോ ആർക്ക്. ആലപ്പുഴയിലെ താമരക്കുളത്തെ പ്രസാദിൻ്റെ ടിയാൻ അഗ്രോ ആർക്കിൽ നിന്നും കാണാം ഹരിതം സുന്ദരം. ആലപ്പുഴയിലെ താമരക്കുളത്തെ ഗുരുനാഥൻ കുളങ്ങരയിലാണ് അഗ്രോ ആർക്ക്. തയ്യിൽ കിഴക്കതിൽ പ്രസാദാണ് അഗ്രോ ആർക്കിൻ്റെ നായകൻ. നാട്ടിലൊക്കെയും പ്രസാദിനെ അറിയപ്പെടുന്നത് വിജയൻ എന്നാണ്. കാര്യം മറ്റൊന്നുമല്ല, ചന്ദനത്തൈകൾ വിതരണം ചെയ്യുന്ന വിജയൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരാണ്. മറയൂരിൽ മാത്രം വളരുന്നു എന്നറിയപ്പെടുന്ന ചന്ദനം താമരക്കുളത്തെ മിക്കയിടങ്ങളിലും കൊണ്ടുവന്ന് വിജയിപ്പിച്ചതിൽ വിജയൻ എന്ന പ്രസാദിൻ്റെ പങ്കുണ്ട്. സ്വന്തമായി ചന്ദനത്തൈകൾ കൃഷി ചെയ്ത് വൃക്ഷങ്ങളാക്കി മാറ്റുവാൻ വിജയൻ ചില്ലറയൊന്നുമല്ല അധ്വാനിച്ചത്. കായംകുളത്തെ MSM കോളേജിലും കോട്ടയത്തെ CMS കോളേജിലും മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലുമൊക്കെയായി പ്രസാദിൻ്റെ പഠനം. ബിരുദവും ബിരുദാനന്തര ബിരുദവുമൊക്കെയുണ്ട് രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും. പിന്നീടാണ് പ്രസാദ് പ്രവാസ ജീവിതം ആരംഭിച്ചത്. കുവൈറ്റിലെ ഡയറ്റീഷ്യനായിരുന്നു ഒരു കാലത്ത്. 5 വർഷത്തെ പ്രവാസ ജീവിതത്തിനൊടുവിൽ പ്രസാദ് മടങ്ങി വന്നത് ഒന്നാന്തരം കർഷകനാകാനായിരുന്നു. തയ്യിൽ കിഴക്കതിലെ 50 സെൻറ്റ് സ്ഥലത്ത് തന്നെ ഒന്നാന്തരം ഒരു നഴ്സറി ആരംഭിച്ചു. ടിയാൻ അഗ്രോ ആർക്ക് എന്ന് പേരുമിട്ടു. ടിയാൻ എന്നാൽ ഇറ്റലിയിൽ ദൈവത്തിൻ്റെ വരദാനം എന്നാണ് അർത്ഥം. നല്ല വിത്തുകളും തൈകളും ഉൽപ്പാദിപ്പിച്ച് നാടാകെ വിതരണം ചെയ്യുവാൻ പ്രസാദ് തീരുമാനിച്ചു. ലോകത്തിൽ ഏറ്റവും മധുരമുള്ള മലേഷ്യൻ പ്ലാവായ J33, 122 ദിവസം വീതം ചക്ക നിറഞ്ഞുമറിയുന്ന ചക്കയുടെ ചരിത്രം മാറ്റിത്തിരുത്തിയ വിയറ്റ്നാം എർലി സൂപ്പർ, കംബോഡിയൻ ഓറഞ്ച്, റംബുട്ടാൻ, പുലാസാൻ, ദുരിയൻ തുടങ്ങിയ മലേഷ്യൻ ഇനങ്ങളായ പഴച്ചെടികൾ എന്നുവേണ്ട മുറ്റമാകെ നിറഞ്ഞിരിക്കുന്ന പച്ചക്കറി തൈകളും ശീതകാല പച്ചക്കറികളും. പച്ചക്കറി വിത്തുകൾ പ്രോട്രയിൽ മുളപ്പിച്ച് അത് തവാരണ കവറുകളിൽ വളർത്തി തൈകളാക്കി വിൽക്കുവാൻ പ്രസാദിന് സ്വന്തമായ തന്ത്രങ്ങളുണ്ട്. വിത്തിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോട്രയിൽ തന്നെയാണ്. അതിന് പ്രസാദിനെ സഹായിക്കുവാൻ ജീവനക്കാരുമുണ്ട്. തുവര എന്നാൽ ദാൽ പരിപ്പാണ്. സാമ്പാർ പരിപ്പും തുവര തന്നെ. എന്നാൽ ദാലിനേക്കാൾ നേർത്തതാണ് സാമ്പാർ പരിപ്പ്. 5-ാം ദിവസം തന്നെ മുളയ്ക്കുന്നതാണ് തുവര വിത്ത്. പ്രോട്രയിൽ തുവര വിത്തുകൾ മുളപ്പിക്കുവാൻ പ്രത്യേക തന്ത്രമുണ്ട്. ഇതിനായി തിരഞ്ഞെടുക്കുന്ന പോട്ടിംഗ് മിശ്രിതമാണ് പ്രധാനം. പോട്ടിംഗ് മിശ്രിതത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം കൊക്കോപിറ്റാണ്. ലോ ഈസി കൊക്കോപിറ്റാണ് ഇതിനായി ഉപയോഗിക്കുക. രണ്ടാമതായി വെർമി കമ്പോസ്റ്റ്. മൂന്നാമത്തേത് ഒരു മിശ്രിതമാണ്. പെർലൈറ്റും വെർമിക്കുലേറ്റും വേപ്പിൻ പിണ്ണാക്കും കലർന്ന മിശ്രിതം. പെർലൈറ്റും വെർമിക്കുലേറ്റും വേപ്പിൻ പിണ്ണാക്കും ചേർന്ന മിശ്രിതം നന്നായി കുഴയ്ക്കും. അതിലേക്ക് വാം എന്ന വെസിക്കുലാർ ആർബസ്കുലാർ മൈക്രോറൈസ ചേർക്കും. വേരോട്ടം ശക്തമാകാനാണ് വാം ചേർക്കുക. വാം ചേർത്ത ഈ മിശ്രിതം തയ്യാറായി കഴിഞ്ഞാൽ അത് കൊക്കോപിറ്റും വേമി കമ്പോസ്റ്റും ചേർന്ന മിശ്രിതത്തിലേക്ക് ചേർക്കും. എല്ലാം നന്നായി കുഴച്ച് പരുവപ്പെടുത്തും. പോട്ടിംഗ് മിശ്രിതം തയ്യാറായി എന്നർത്ഥം. ഒന്നിനു മുകളിൽ മറ്റൊന്നായി പ്രോട്ടറകൾ നിരത്തുന്നതോടെ ഓരോ ക്യാവിറ്റികളും
പകുതി വീതം നിറഞ്ഞു കഴിയും. അങ്ങനെ പുറത്തെടുക്കുന്ന പ്രോട്രയിലെ പോട്ടിംഗ് മിശ്രിതത്തിൽ വിത്തിടും. അരിയോളം ആഴത്തിൽ ഇടുക എന്നതാണ് മന്ത്രം. അങ്ങനെ തുവര വിത്തുകൾ നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് പോട്ടിംഗ് മിശ്രിതം വാരി വിതറി നിറയ്ക്കുകയാണ് പതിവ്. അങ്ങനെ ക്യാവിറ്റികൾ നിറഞ്ഞാൽ 4ഓളം ട്രേകൾ അടുക്കി ഒന്നിച്ച് വയ്ക്കും. പിന്നീടാണ് ലേബലിംഗ്. ഏത് വിത്താണോ ഇട്ടത് അത് എഴുതി ലേബൽ ചെയ്യും. മറ്റ് കേടുകൾ ഉണ്ടാകാതിരിക്കാൻ സ്യൂഡോമോണസ് പ്രയോഗം കൂടിയുണ്ട്. 15 മില്ലി സ്യൂഡോമോണസ് ലായനി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പൂവാളികളിൽ നിറച്ച് തളിക്കുകയാണ് പതിവ്. വെള്ളം പൂർണ്ണമായി വാർന്ന ശേഷം 4ഓളം ട്രേകൾ അടുക്കി പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് കെട്ടിവെക്കും. അകത്ത് വേണ്ടുവോളം ആർദ്രത നിലനിർത്താൻ വേണ്ടിയുള്ള തന്ത്രമാണിത്. തുവരയോടൊപ്പം തന്നെ അകത്തിച്ചീരയും നിറയ്ക്കുന്നുണ്ട്. വെജിറ്റബിൾ ബെഹമിൻ എന്നാണ് അകത്തിച്ചീരയെ അറിയപ്പെടുക. പ്രകൃതിദത്ത അയഡിനാൽ സമ്പുഷ്ടമാണ് അകത്തിച്ചീര. തുവരയുടെ അതേ മാതൃകയിൽ തന്നെയാണ് അകത്തിച്ചീരയും പ്രോട്രകളിൽ നിറയ്ക്കുക. 5-ാം ദിവസം തന്നെ മുളയ്ക്കുന്ന വിത്തുകൾ 10 സെൻറ്റിമീറ്റർ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് നഴ്സറി ബാഗുകളിലേക്ക് മാറ്റാം. 5.5 മുതൽ 6.5 വരെ അമ്ലക്ഷാരനിലയുള്ള മണ്ണാണ് 70%. പിന്നീട് നേരത്തെ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം തന്നെ ചേർക്കും. സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൂടി ചേർന്നാൽ തവാരണ കവർ അഥവാ നഴ്സറി ബാഗിലുള്ള മിശ്രിതം പൂർണ്ണമായി. അവിടേക്കാണ് തുവരച്ചെടികളും അകത്തിച്ചീര തൈകളുമൊക്കെ നടുക. എന്നാൽ കോവലിനും ചീരച്ചേമ്പിനുമൊക്കെ വേറൊരു പ്രക്രിയയാണ്. കോവലിൻ്റെ തണ്ട്, ചീരച്ചേമ്പിൻ്റെ തണ്ട് ഇവയൊക്കെ നട്ടാണ് കിളിപ്പിക്കുക. കോവലിൻ്റെ മിനിമം 2 മുട്ടെങ്കിലുമുള്ള തണ്ടുകൾ മുറിച്ചെടുക്കും. ചെറുവിരൽ കനമുള്ള തണ്ടുകളാണ് നടാൻ നല്ലത്. 6 അടി പൊക്കത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന തണ്ടുകൾ പ്രകൃതിദത്ത റൂട്ടിംഗ് മിശ്രിതത്തിൽ മുക്കും. റൂട്ടിംഗ് മിശ്രിതം എന്നാൽ വേര് പൊട്ടിക്കിളിക്കാൻ സഹായിക്കുന്ന മിശ്രിതം. അതിനായി പ്രസാദ് തിരഞ്ഞെടുത്തത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ നന്നായി തോലുരിച്ച് ഇടപ്പാളിയിൽ മുറിച്ചെടുത്താൽ കറ്റാർ വാഴയുടെ ജെൽ പുറത്തു വരും. 1-ാം തരം റൂട്ടിംഗ് മിശ്രിതമാണ് കറ്റാർ വാഴയുടെ ജെൽ. അതിലേക്ക് നേരത്തെ മുക്കിയിട്ടിരിക്കുന്ന കോവൽ തണ്ടുകൾ എടുത്ത് ഉരച്ചാൽ റൂട്ടിംഗ് മിശ്രിതം കോവൽ തണ്ടുകളിൽ പതിയും. പിന്നീട് അത് 45 ഡിഗ്രി ചരിച്ച് തവാരണ കവറുകളിലേക്ക് നടും. ഉറപ്പായും അവ പൊട്ടിക്കിളിച്ച് 1-ാം തരം കോവൽ തൈകളായി മാറും. ചീരച്ചേമ്പിൻ്റെ നടിയിലും വ്യത്യസ്തമല്ല. ഉയർന്ന മാംസ്യത്താൽ സമ്പുഷ്ടമാണ് ചീരച്ചേമ്പ്. ചീരച്ചേമ്പിന് പ്രത്യേകം വിത്തുകളില്ല. തടയിൽ നിന്നും ചിനപ്പുകൾ പൊട്ടിക്കിളിക്കുകയാണ് പതിവ്. അത് മാറ്റി മാറ്റി പുതിയ തവാരണ കവറുകളിലേക്ക് നടാം. അനുദിനം വികസിച്ചു വരുന്ന കൃഷി മാതൃകകളെക്കുറിച്ച് പ്രസാദിന് പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. അതൊക്കെയും ഹരിതസുന്ദരവുമായി പങ്കുവച്ചു. ആലപ്പുഴ താമരക്കുളത്തെ TN അഗ്രോ ആർക്കിൻ്റെ മേധാവി ശ്രീ പ്രസാദ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം. ഈ പ്രസാദ് വലിയ ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ ഉള്ള ആളാണ്. അങ്ങ് ഒത്തിരി നാൾ പ്രവാസ ജീവിതം നയിച്ചു. പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള കാരണം എന്താ? പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങി വരാൻ ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ ഒരു ചെറിയ സ്നേഹബന്ധമുണ്ടായിരുന്നു. അതെ. ഒരാഴ്ച കൊണ്ട് അടിച്ചു മാറ്റി കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച് ഇരുന്നാണ്. പക്ഷേ ഞാൻ കുവൈറ്റിൽ നിന്ന് ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരുന്ന കക്ഷി താമരക്കുളത്തെത്തി 4 മാസക്കാലം ഇറസ്പോൺസിബിളായിട്ട് ചുറ്റിക്കറങ്ങി. ആ ബന്ധവും പരാജയം, വിവാഹം കഴിക്കാനോ പറ്റിയില്ല. തിരിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പം എൻ്റെ ജോലി എന്നെ ടെർമിനേറ്റ് ചെയ്ത് ഉക്കോ വീട്ടിലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ഇവിടെ എത്തേണ്ടി വന്നു. ഇവിടുത്തെ കൃഷിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പ്രസാദിനെ കാണാൻ വരുന്ന ആളുകൾ ഇവിടുത്തെ നാട്ടുകാരൊക്കെ എന്താ പറയുക? തനി വട്ടൻ എന്നാണ് വിളിക്കുന്നത്. താങ്കൾക്ക് വേറെ ജോലിയില്ല, ഇങ്ങനെ കാശുകളായിരുന്നില്ല. എന്നാലും ഈ പ്രാവശ്യം 26,000 രൂപയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, സാറിനോട് നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന ലീക്ക് ഡിസലറി, പാഴ്സലി, റോസ്മരി, പാക്ചോയ്, ഇതൊക്കെ ഈ നാട്ടിലുണ്ടാകുന്നു. പല വെട്ടവും എൻ്റെ വീടിൻ്റെ മേളിലും എൻ്റെ ചുറ്റുപാടും ഒക്കെ വെച്ച് ഈ നാട്ടുകാർക്ക് മുഴുവനും ചുമ്മാതെ കൊടുക്കുമ്പോഴും എൻ്റെ താമരക്കുളത്തെ കൃഷിഭവൻ, എടാ പ്രസാദേ നീ ഇതൊക്കെ ചെയ്യുന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് വൈഡ് പോപ്പുലാരിറ്റി ഒന്നും വേണ്ട. പക്ഷേ ഞാനിതൊക്കെ ചെയ്യും. ഇപ്രാവശ്യവും ചെയ്ത് ആര് വരുന്നോ സൗജന്യമായിട്ട് കൊടുക്കും. ഈ നാട്ടിൽ സാറ് പറഞ്ഞു ചോദിച്ചോട്ട് റെഡ് ലേഡി പപ്പയ 2011 താരുമൂട് ഇന്ദ്രപ്രസാദ് ഫാമിൽ കൂടെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച് ഒരു 10 ഗ്രാമിൻ്റെ പാക്കറ്റ് നോൺ ന്യൂവിൻ്റെ പ്രോഡക്റ്റ്
4500 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വെച്ച് അത് തൈകളിപ്പിച്ച് ഈ നാടിന് മുഴുവനും വിതരണം ചെയ്യുമ്പോഴും ഒരുപക്ഷെ തിരുവനന്തപുരത്തുകാർക്കോ ചെങ്ങന്നൂരുകാർക്കോ കൊട്ടാരക്കരക്കാർക്കോ അടൂരുകാർക്കോ എന്താണ് റെഡ് ലേഡി പപ്പായ എന്നറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് 40-60 രൂപ കൊടുത്ത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കൃഷി ചെയ്യാവുന്നതായിരുന്നെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം വളർത്തി. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ റെഡ് ലേഡി പപ്പായ പ്രൊഡക്റ്റീവ് അല്ല എന്ന് ഞാൻ പച്ചയായിട്ട് പറയും. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും നാട്ടിലാകെ പ്രസാദിനെ അറിയപ്പെടുന്നത് ചന്ദനത്തിൻ്റെ പ്രചാരകനായാണ്. ഭാവിയിലെ സുരക്ഷിതമായ വിളയാണ് ചന്ദനമെന്ന് പ്രസാദിനറിയാം. അതുകൊണ്ട് തന്നെ മറയൂരിൽ നിന്ന് ചന്ദനത്തൈകൾ എത്തിച്ച് അത് നാടാകെ വിതരണം ചെയ്യുന്നുണ്ട്. ചന്ദനത്തിൻ്റെ 1000 തൈകൾ തന്നെയുണ്ട് ടിയാൻ അഗ്രോ ആർക്കിൽ. നാട്ടിലാകെയും പ്രസാദ് വിതരണം ചെയ്ത ചന്ദനത്തൈകൾ വർഷം 3 ആയപ്പോഴേക്കും ചെറുമരങ്ങളായി ഉയർന്നു കഴിഞ്ഞു. അക്കൂട്ടത്തിലൊന്നാണ് ഇന്ദ്രപ്രസ്ഥ സാൻഡൽ ഫാം. മറയൂരല്ലാതെ ചന്ദനക്കാടുകൾ ആരും കണ്ടിട്ടില്ല. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ സാൻഡൽ ഫാമായി ഇന്ന് ഇന്ദ്രപ്രസ്ഥ മാറി. നമുക്കറിയാം കേരളത്തിലെ ഏക ചന്ദന മര സങ്കേതമായത് മറയൂർ പ്രദേശമാണ്. മറയൂർ മൂന്നാറിനപ്പുറത്തേക്ക് 45 കിലോമീറ്റർ ഉള്ളിൽ ഒരു മഴനിഴൽ പ്രദേശമാണ്. ഏതാണ്ട് 67 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് മറയൂർ ചന്ദനത്തോട്ടം പരന്നു കിടക്കുന്നത്. അവിടെ നിന്നുമാണ് തൈകൾ എത്തിക്കുക. കാരണം ചന്ദനത്തിൻ്റെ തൈകൾ വിത്തുകൾ മുളച്ചാണ് ഉണ്ടാകുക. ഒരുപക്ഷെ നല്ല രീതിയിൽ വളർത്തിയാൽ നല്ല പരിചരണം മറ്റും ഉണ്ടെങ്കിൽ ഏതാണ്ട് 18 മാസം കൊണ്ട് തന്നെ വിത്തുകൾ ചന്ദന മരത്തിലുണ്ടാകും. പക്ഷികൾ കൊത്തിയാണ് അത് വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുക. എന്നാൽ മറയൂരിൽ ഇപ്പോൾ വനം വകുപ്പ് അധികൃതർ ചന്ദന തൈകൾ മുളപ്പിക്കുന്നുണ്ട്. പ്രത്യേകതരം സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ചന്ദന തൈകൾ മുളപ്പിക്കുക. അതിൽ UV അൾട്രാ വയലറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചില ആസിഡ് അമ്ലം ഉൾപ്പെടെയുള്ള ചില സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് തൈകൾ മുളപ്പിക്കുന്ന പ്രത്യേക യൂണിറ്റ് തന്നെ വനം വകുപ്പിനുണ്ട്. അവിടെ നിന്നുമാണ് തൈകൾ താമരക്കുളം പ്രദേശത്തേക്ക് പ്രസാദ് എത്തിക്കുന്നത്. ചന്ദനം ചില്ലറക്കാരനല്ല, നമുക്കറിയാം. ചന്ദനമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിരും സുഗന്ധവുമൊക്കെ ഏതൊരു മലയാളിയുടെയും ഉള്ളിൽ നിറയും. അത്രയ്ക്ക് ദൈവിക പരിവേഷമുള്ള ഒരു മരം കൂടിയാണ് ചന്ദനം. ചന്ദനം പ്രധാനമായും 2 ഇനമാണ് ലോകത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ഒന്ന് ഇന്ത്യൻ ഇനമായ സാൻഡാലം ആൽബം, അതാണ് മറയൂർ ചന്ദനം എന്നറിയപ്പെടുന്ന സാൻഡാലം ആൽബം. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ ചന്ദനമരമായ സാൻഡാലം സ്പിക്കേറ്റ്. അതിൽ ഓസ്ട്രേലിയയിൽ പോലും ഇപ്പോൾ തൈകൾ എത്തിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും പ്രത്യേകിച്ച് ഏതൊരു കേരളീയനും അഭിമാനമുണ്ട്. മറയൂരിൽ നിന്നാണ് പലപ്പോഴും ഓസ്ട്രേലിയയിലേക്ക് പോലും ചന്ദന തൈകൾ എത്തുന്നത്. ചന്ദനത്തിൽ പ്രധാനമായും ഉള്ളത് ചന്ദനത്തിൻ്റെ കാതലാണ്. അതോടൊപ്പം തന്നെ ചന്ദന വൃക്ഷത്തിൻ്റെ തൊലിയും അതോടൊപ്പം തന്നെ വെള്ളയും ഒക്കെ തന്നെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. വളരെ മൂല്യമുള്ളതാണ് ഓരോന്നും. ചന്ദനത്തിൻ്റെ കാതൽ, അതായത് ഹാർഡ്വുഡ് എന്നറിയപ്പെടുന്ന കാതൽ ഉണ്ടാകാനായി ഏകദേശം 8 വർഷം മുതൽ 13 വർഷം വരെ എടുക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യങ്ങളിൽ വീട്ടിൽ സാധാരണക്കാരന് പോലും വളർത്താൻ കഴിയുന്ന ഒരു വൃക്ഷമാണ്, ഒരു ചെടിയാണ് ചന്ദനമരം. പ്രത്യേകിച്ച് വലിയ പരിചരണം ആവശ്യമില്ല. ഏതാണ്ട് 8 മുതൽ 13 വർഷത്തിനുള്ളിൽ തന്നെ ചന്ദനത്തിൻ്റെ കാതൽ അഥവാ ഹാർഡ്വുഡ് ഉണ്ടാകുകയാണ്. ചന്ദനത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്, ഏറ്റവും വിലമതിക്കത്തക്കത് ചന്ദനത്തിൻ്റെ ഓയിലാണ്. അത് എല്ലാവർക്കും അറിയാം. 1917 മൈസൂറിലാണ് ആദ്യമായി ചന്ദനത്തിൻ്റെ ഓയിൽ വികസിപ്പിച്ചെടുത്തത്. ചന്ദനമരം ചില്ലറക്കാരനല്ല. ഒരുപക്ഷെ ഒരു ശോഷണം അല്ലെങ്കിൽ മറ്റു മരങ്ങളിൽ നിന്ന് പലതും മോഷ്ടിച്ചെടുത്ത് വളരുന്ന ഒരു ചെടി കൂടിയാണ് ചന്ദനം എന്ന് പറയേണ്ടി വരും. അതായത് ചന്ദനം വളരുമ്പോൾ ചന്ദനത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങൾ എല്ലാം തന്നെ നൈട്രജൻ, ഓക്സിജൻ, സൾഫർ എല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കഴിവ് ചന്ദനമരത്തിനുണ്ട്. എന്നാൽ ചില മൈക്രോ ന്യൂട്രിയൻറ്റ്, സൂക്ഷ്മ മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ചന്ദനമരത്തിന് ഇല്ല. ഉദാഹരണമായി മോളിബ്ഡിനം, സെലീനിയം, അത്തരത്തിലുള്ള ചെറിയ സൂക്ഷ്മ മൂലകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ചന്ദനത്തില്ല. അതുകൊണ്ട് തന്നെ ചന്ദനത്തിൻ്റെ വേരുകൾ മറ്റ് വൃക്ഷങ്ങളിലേക്കും മറ്റ് മരങ്ങളിലേക്കും പോയാണ് അത് വലിച്ചെടുക്കുന്നത്. അതിൻ്റെ വേരുകളിൽ നിന്ന് ജലവും ഈ സൂക്ഷ്മ മൂലകങ്ങളും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മോഷ്ടിച്ചെടുത്താണ് ചന്ദനമരം വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പണ്ടൊക്കെ ഉള്ളവർ പറയും അകിലില്ലാതെ ചന്ദനമില്ല എന്ന് പറയും.
എങ്കിലും നമ്മളിപ്പോൾ ചന്ദനം വളരുമ്പോൾ തന്നെ സൂക്ഷ്മമൂലകങ്ങൾ മറ്റു ചെടികളിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ഒരവസരം ചന്ദനത്തിന് ഉണ്ടായിക്കൊടുക്കണം. അതൊരു പക്ഷേ ഇപ്പോൾ ഈ തൈകൾ വളരുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന തൈയിൽ അത്തരത്തിലുള്ള ഒരു ബഡ്ഡിങ് പ്ലാന്റായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത്, ബട്ടൺ പ്ലാന്റായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്നത് ഈ പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര വളരുന്നതോടൊപ്പം തന്നെ അത് ചന്ദനത്തിൻ്റെ വേരുകൾക്കും സൂക്ഷ്മമൂലകങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ ഇത് ബട്ടർ പ്ലാന്റ് തൈകൾ ഒരു ചെറിയ പ്രായമാകുന്നത് വരെയുള്ളൂ. 1.5 വർഷമൊക്കെ വളർന്നു കഴിഞ്ഞും വലിയ ചെടിയായി മാറിക്കഴിയുമ്പോഴേക്കും പിന്നീട് നമുക്ക് ഒരുപക്ഷെ ചീമക്കൊന്നയോ വലിയ അഗത്തിച്ചീരയുടെ ഒക്കെ വെച്ചു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് 10 അടി അകലത്തിലാണ് ചന്ദനമരങ്ങൾ നടുന്നത്. അത് 4 വൃക്ഷങ്ങൾക്ക് നടുവിൽ മറ്റേതെങ്കിലും ഇടവിളയായി ഇതുപോലെ ശീമക്കൊന്നയോ അഗത്തിച്ചീരയോ മറ്റൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു വിവിധ ഇടങ്ങളിൽ നിന്നും സൂക്ഷ്മമൂലകങ്ങൾ വലിച്ചെടുത്ത് ചന്ദനമരം വളർന്നുകൊള്ളും. ചന്ദനത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളത് അതിൻ്റെ ഓയിലാണ്. എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന എസൻഷ്യൽ ഓയിലാണ്, ഡിറൈവ്ഡ് ഓയിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചന്ദനമരത്തിൻ്റെ ഈ ഓയിൽ അത് ഒരു പ്രത്യേക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ആ ഓയിൽ പുറത്തെടുക്കുന്നത്. ഏറ്റവും അധികം ഫ്രാഗ്രൻസ്, ഏറ്റവും അധികം സുഗന്ധത്തിന് ധാരാളം സുഗന്ധദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ ഫ്രാൻസിൽ പോലും ഉപയോഗിക്കുന്ന ഒരു ഇനമാണ് ചന്ദനത്തിൻ്റെ ഓയിൽ. ഏതാണ്ട് 6.5 ലക്ഷം രൂപയോളം തന്നെ 1 ലിറ്റർ ഓയിലിന് ഇപ്പോൾ വിലയുണ്ട്. ചന്ദനത്തിൻ്റെ കാതൽ, യഥാർത്ഥ കാതൽ, അതിൻ്റെ ഹാർഡ് വുഡിന് ഏതാണ്ട് 18,000 രൂപയോളം 1 കിലോയ്ക്ക് വിലയുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ വെള്ളയ്ക്കും മറ്റും ഏതാണ്ട് 1000 മുതൽ 3000 രൂപയോളം വിലയുണ്ട്. അങ്ങനെ ഓരോ അംശവും, അതായത് വേര് മുതൽ ഇല വരെ അല്ലെങ്കിൽ അഗ്രം വരെ മൂല്യമുള്ള ഒരു വൃക്ഷമാണ് ചന്ദനം. നമ്മൾ വിചാരിക്കുന്നത് പോലെ വളർത്താൻ ആർക്കും കഴിയുമെങ്കിലും അത് വെട്ടിയെടുക്കാനോ വിൽക്കാനോ ഒന്നും ആർക്കും അനുവാദമില്ല. മുമ്പെങ്കും അനുവാദമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വനം വകുപ്പ് നിയമങ്ങൾ മാറ്റിയിട്ടുണ്ട്. വനം വകുപ്പിനെ അറിയിച്ചാൽ മറയൂരിൽ നിന്നും അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ എത്തും. ചന്ദനമരം ഒരിക്കലും മുറിച്ചല്ല മാറ്റുന്നത്, ചന്ദനം വേരോടെ തന്നെ പിഴുതെടുക്കുകയാണ്. അപ്രൂട്ട് ചെയ്യുക എന്ന പ്രോസസ്സിലൂടെയാണ് ചന്ദനമരം എടുക്കുക. അത് ഇലകളും മറ്റും കോതി മാറ്റിയതിന് ശേഷം അത് മറയൂരിലെ ചന്ദന സ്റ്റോറിൽ എത്തിച്ച് അതിൻ്റെ തൂക്കമെടുത്ത് അങ്ങനെയാണ് വില നൽകുന്നത്. ഒരുപക്ഷെ ഒരു 10,000 മുതൽ 15,000 രൂപ വരെയൊക്കെ കാലത്തിനനുസരിച്ച്, മാർക്കറ്റിനനുസരിച്ച് വാല്യൂ, അതായത് മൂല്യം നിശ്ചയിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അത് തരുന്നത്. എന്തായാലും ഒരു ചന്ദന മരം ഏതാണ്ട് 20 വർഷം പ്രായമെത്തുന്ന ഒരു ചന്ദന മരത്തിൽ നിന്നും ഏതാണ്ട് 20 കിലോയോളം ഒരു കാതൽ കിട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞത് 10,000 രൂപ നോക്കിയാൽ പോലും 2 ലക്ഷം രൂപയോളം വില മതിക്കും. അതാണ് ചന്ദനത്തിൻ്റെ ഇപ്പോഴത്തെ കൃഷിയുടെ ഒരു പ്രസക്തി. എന്തായാലും താമരക്കുളത്ത് ഭാഗങ്ങളിൽ വിവിധ കർഷകർക്ക് ചന്ദനമരങ്ങൾ എത്തിച്ച് അത് ഒരു കൃഷിയാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു വ്യാവസായിക ഉൽപ്പന്നമാക്കി മാറ്റുവാൻ വേണ്ടി ശ്രീ പ്രസാദ് നടത്തുന്ന ശ്രമങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. മറയൂർ കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ചന്ദനമര തോട്ടമാണ് താമരക്കുളം പഞ്ചായത്തിൽ. ശ്രീ ഇന്ദ്രപാലനാണ് അതിൻ്റെ ഉടമ. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം. നമസ്കാരം. ഇത്രയും വലിയ അതായത് 445 മരങ്ങൾ 1 ഏക്കറിൽ നിൽക്കുന്നു. തീർച്ചയായും അതിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും. ഈ ചന്ദനമരം തന്നെ കൊണ്ടുവന്ന് നട്ട് ഇങ്ങനെ ഒരു പ്രദേശത്തെ മനോഹരമാക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയോ? മോഹം എന്താണ്? ബുദ്ധി മോഹമൊന്നുമല്ല. ഇങ്ങനെ വേറെ എനിക്ക് ഒരു 6 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഞാൻ നട്ടിരിക്കുന്നത് തേക്കാണ്. തേക്ക് തോട്ടം. അന്നേരം ഇങ്ങനെ ഒരു ചന്ദനം നടാമെന്ന് പറഞ്ഞ ഒരാൾ വന്നപ്പോൾ അയാളുടെ അടുത്ത് വിവരങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ കൃഷിയിൽ താല്പര്യമുള്ളതാണ് പണ്ട്. ഈ ചന്ദനമായാലും തേക്കായാലും ഭാവിയിലുള്ള സുരക്ഷിതമായൊരു നിക്ഷേപമാണ്. നിക്ഷേപം. എന്തൊക്കെയാണ് സാധാരണ ഇതിൽ ഒരു പരിചരണം നൽകാറുള്ളത്? സാധാരണ വളങ്ങളൊക്കെ, പ്രത്യേക വളങ്ങളൊന്നും ഇല്ല. അത് അവർ ഈ പറഞ്ഞ സെറ്റ് വന്ന് മാസാമാസം അവരുടേതായിട്ടുള്ള വളങ്ങളും കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുന്നതിന് ഒരു മരത്തിന് 20 രൂപ വീതം കൊടുക്കും സർവീസ് ചാർജ്. ഒരു മാസം. അങ്ങനെ ഇപ്പോൾ 2 കൊല്ലമായി. 3 കൊല്ലത്തേക്കാണ് പരിചരണത്തിന് അവർ വരുന്നത്. അതുകൂടാതെ ഞാൻ ശമ്പളം കൊടുത്തൊരാളിനെ വെച്ചിട്ടുണ്ട് നോക്കാനും കാണാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ആ ആളിവിടെ ഉള്ളതുകൊണ്ട് ഇത് ഭംഗിയായിട്ടങ്ങ് പോകുന്നു. മറയൂരിൽ ചെന്ന് 67 ചതുരശ്ര കിലോമീറ്ററുള്ള ഈ പ്രകൃതിദത്തമായ ചന്ദനക്കാട് സന്ദർശിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ അവിടുത്തെ മരങ്ങൾ ഈ മരം ഇപ്പോൾ നമ്മൾ നട്ടു വളർത്തുന്ന മരങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? അവിടുത്തെ മരങ്ങൾ ഇതുവരെ സൈസ് തന്നെ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് ഏതാണ്ട് 1, 2, 3 വെറൈറ്റി മാറുമെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല. അപൂർവമായിട്ട് മാത്രം ചില മരങ്ങൾ അത്ര ഭംഗിയില്ലാതെ, ചൈതന്യമില്ലാതെ വളരുന്നു ഇവിടെ. അത് ഈ സൺലൈറ്റ് കറക്റ്റായിട്ട് കിട്ടണം. സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ അത് വളർച്ച കുറയും. ഇനിയും കേരളത്തിൽ പ്രചുരപ്രചാരം നേടിയിട്ടില്ലാത്ത വിളകൾ കൊണ്ടുവരണം എന്നാണ് പ്രസാദിൻ്റെ ആഗ്രഹം. അങ്ങനെ ശീതകാല പച്ചക്കറികളുടെ ഒരു നീണ്ട നിര തന്നെ പ്രസാദ് കൊണ്ടെത്തിച്ചു. പാക്ചോയിയെ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും
അധികം പ്രചാരണമില്ല. ബോക്ചോയ് എന്നും പാക്ചോയി അറിയപ്പെടും. ചൈനീസ് സെലറി ക്യാബേജാണ് പാക്ചോയ്. ഇലയും തണ്ടുമൊക്കെ ആഹാരമാക്കാം. ചൂടുവെള്ളത്തിൽ 2 മിനിറ്റ് മുക്കിവെച്ചാണ് പാക്ചോയ് പാചകം ചെയ്യുക. ഒന്നാന്തരം ഫൈബറിൻ്റെയും ബീറ്റ കരോട്ടിൻ്റെയും ജീവകം സിയുടെയും കെയുടെയും ഒക്കെ കലവറ തന്നെയാണ് പാക്ചോയ്. പാക്ചോയ് തൈകൾ വിപണനത്തിനായി ടിയാൻ അഗ്രോ ആർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ബ്രസിക്ക ഒളറേസിയ എന്ന ക്യാബേജിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് കെയിൽ. ആഹാരമായും അലങ്കാരമായും ഉപയോഗിക്കാവുന്ന ഒന്നാന്തരം ഇലച്ചെടിയാണ് കെയിൽ. റാഡിഷിൻ്റെ തൈകളുണ്ട്. ബ്രസിക്കേസിയ കുടുംബത്തിൽപ്പെട്ടവരാണ് റാഡിഷ്. പ്രാണികളും പരാതങ്ങളും ഒന്നും ആക്രമിക്കാത്ത ഒന്നാന്തരം വിളയാണ് റാഡിഷ്. ഏഷ്യയിലാണ് റാഡിഷിൻ്റെ ജനനം. കടുകിൻ്റെ കുടുംബത്തിൽപ്പെട്ട റാഡിഷിന് ആരാധകർ ഏറെയുണ്ട്. ബീറ്റ്റൂട്ടിനെ ടേബിൾ ബീറ്റെന്നും ഗാർഡൻ ബീറ്റെന്നും ഒക്കെ അറിയപ്പെടും. പച്ചയായും റോസ്റ്റ് ചെയ്തും ആവിയിൽ പുഴുങ്ങിയും ഒക്കെ കഴിക്കാവുന്ന ഇനമാണ് ബീറ്റ്റൂട്ട്. ചീരയ്ക്ക് പകരം വെക്കാൻ പാലക്കുണ്ട്. പാലക് ചീര കൊണ്ട് ഉണ്ടാക്കാവുന്ന ഉൽപ്പന്നങ്ങൾ പലതാണ്. ചൈനീസ് ക്യാബേജും മുന്നിലുണ്ട്. ചൈനയിലെ യാങ്സെ നദിയുടെ തീരത്ത് വിരിഞ്ഞതാണ് ചൈനീസ് ക്യാബേജ്. ഡെൽറ്റകളിൽ വിരിഞ്ഞുണ്ടായ ചൈനീസ് ക്യാബേജിന് ഇന്ന് ലോകമെങ്ങും ആരാധകരുണ്ട്. ചൈനീസ് ക്യാബേജ് കൂടാതെ ശീതകാല പച്ചക്കറി വിളകളിൽ റെഡ് ക്യാബേജും പർപ്പിൾ കോളിഫ്ലവറുമൊക്കെ തൈകളായി എത്തിക്കുന്നുണ്ട് പ്രസാദ്. ഏറെ പ്രിയപ്പെട്ട മറ്റൊരിനം മുരിങ്ങയാണ്. ഒരു വീട്ടിൽ ഒരു മുരിങ്ങയുണ്ടെങ്കിൽ അവിടെ ആയുർവേദ ഡോക്ടറുണ്ട് എന്നാണ് അർത്ഥം. മുരിങ്ങയുടെ ഗുണഗണങ്ങൾ ഏറെ. ഒളൽഫെറ കുടുംബത്തിൽപ്പെട്ടതാണ് മുരിങ്ങ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉത്തമമാണ് മുരിങ്ങ. വേര് മുതൽ ഇല വരെ ഒന്നും കളയാനില്ല മുരിങ്ങയിൽ. PMK1 എന്ന ഇനമാണ് തൈകളായി പ്രസാദ് ഉൽപ്പാദിപ്പിക്കുന്നത്. 6 മാസം തന്നെ പൂവിടും. 8 അടി ഉയരമെത്തുമ്പോഴേക്കും ശാഖകൾ മുറിച്ചു കളയാം. 8 അടി ഉയരത്തിൽ തന്നെ നിലനിർത്തിയാൽ മുരിങ്ങയ്ക്കായും പൂവുമൊക്കെ പറിക്കാൻ എളുപ്പമാണ്. കൃഷിയിൽ നൂതന കാഴ്ചപ്പാടുകളും മൗലികമായ അഭിപ്രായങ്ങളുമുണ്ട് പ്രസാദിന്. അതൊക്കെ ഹൃദയം തുറന്ന് പറയാൻ ഒരു മടിയുമില്ല താനും. ചന്ദനത്തിന് എന്താ ഭാവിയുള്ളത്? തീർച്ചയായിട്ടും ചന്ദനത്തിൻ്റെ സാധ്യത വളരെയേറെയാണ്. ഒന്ന് എക്കോ ഫ്രണ്ട്ലിയാണ്. മറ്റ് കാടുകൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഒരു അടുത്തത് ഇതിൻ്റെ ഒരു 13 വർഷം എന്ന് പറയുന്നത് ഒരു 15 വർഷക്കാലം പോകുമ്പോൾ ഒരു ചന്ദനത്തിൽ നിന്നും തീർച്ചയായിട്ടും 2 ലക്ഷം രൂപയെങ്കിലും കിട്ടും. നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചന്ദന കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം, ചന്ദന മരങ്ങൾ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെ പ്രസാദ് സഹായിക്കും. തീർച്ചയായിട്ടും ആരെന്നെ തേടി വന്നാലും 250 രൂപ വാങ്ങിച്ചുകൊണ്ട് 1 വർഷം നോക്കിക്കൊണ്ട് ചന്ദനത്തിന് ഡെവലപ്പ് ചെയ്ത്, അതായത് നിരപ്പാക്കിയിട്ടിരിക്കുന്ന ഒരു ലാൻഡ് എനിക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെച്ച് ഒരു 3 വർഷക്കാലത്തേക്ക് ഞാൻ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തും. ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കാൻ ഇനിയും കേരളം ചെയ്യേണ്ടത് 42 ഡിഗ്രിയിൽ എബവ് ആയിരിക്കാം ചൂട്. ആ 42 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് 30 ഡിഗ്രിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ ദ ബെസ്റ്റ് പോസിബിൾ മെത്തേഡ് ഇറാഡിക്കേറ്റ് റബ്ബർ, പ്രൊമോട്ട് സാൻഡൽ. ഓക്കെ, നമസ്കാരം. വിളയില്ല എന്ന് കരുതുന്നത് പലതും വിളയിക്കുവാൻ കൈകൾ മാത്രം പോരാ, മനസ്സുകൂടി വേണം. 10 വിരലുകളും പതറാത്ത മനസ്സും, അതാണ് പ്രസാദ്. നേരാം ഭാവുകങ്ങൾ.